യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. രഘുവേട്ടനോട് ധൈര്യത്തിൽ ഓർഡർ എടുക്കാൻ പറയാല്ലേ അച്ഛാ? അതെ, എന്റെ എല്ലാ പ്രാർത്ഥന ഉണ്ടാവും പറഞ്ഞേക്ക്. ശരി അച്ഛാ. അല്ല, അച്ഛന്റെ ആഹാരമൊക്കെ എങ്ങനെയാ? സരോജനേന്റി വന്നോ? ആ, സരോജിനി വന്ന് ജോലി തുടങ്ങി. ഇനി ഭക്ഷണത്തിന് മുട്ടുണ്ടാവില്ല. നീ എന്ന രഘുവിനെ വിളിച്ച് പറഞ്ഞേക്ക്. അവന്റെ കാര്യങ്ങളൊന്നും ലേറ്റ് ആക്കണ്ട. ശരി അച്ഛാ, ഞാനെന്നാ പിന്നെ വിളിക്കാം. വെക്കട്ടെ? ആ ശരി മോളെ. രഘുവേട്ടനൊന്ന് വിളിച്ച് പറഞ്ഞേക്കാം. രഘുവേട്ടാ, സോനയുടെ ഹസ്ബൻഡ് മയക്കുമരുന്നിന് അടിമയാണെന്ന് തെളിയിക്കാൻ സാധിച്ചാൽ ഡിവോഴ്സ് കിട്ടാൻ എളുപ്പമുണ്ടാവും. അവൻ ഡി അഡിക്ഷൻ സെന്ററിൽ അഡ്മിറ്റ് ആയതുകൊണ്ട് അത് തെളിയിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതെ, അത് നമുക്കൊരു പ്ലസ് പോയിന്റ് ആണ്. മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമയായ ഒരാളുടെ ഒപ്പം ജീവിക്കാൻ ഒരു കോടതിയും ആരെയും നിർബന്ധിക്കില്ല. എത്രയും പെട്ടെന്ന് എന്റെ പെങ്ങൾക്ക് അവനിൽ നിന്ന് മോചനം വേണം. വിവാഹം കഴിഞ്ഞ നാള് മുതല് പല രീതിയിൽ അവൻ ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ടും ഒരുപാട് ഞങ്ങൾ ശ്രമിച്ചു, ഒത്തുപോകാൻ ശ്രമിച്ചു. പക്ഷേ ഇനി അത് വേണ്ട. പൊരുത്തപ്പെടാൻ പറ്റിയില്ലെങ്കിൽ പിരിയുന്നത് തന്നെയാ നല്ലത്. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ അവസാന വാക്ക് ഒരിക്കലും ഭർത്താവല്ല. അതുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ട് തുടരേണ്ട ഒരാവശ്യമില്ല. അതെ, പക്ഷെ മാഡം, അവന് സ്വന്തമായിട്ടൊരു വീടോ അഡ്രസ്സോ ഒന്നുമില്ല. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെ നോട്ടീസ് അയക്കും? അയാൾ ഇപ്പോ ഉള്ള സ്ഥലത്തേക്ക് അയക്കുക, അതേ ഉള്ളു മാർഗം. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സ്ഥിതിക്ക് അവിടേക്ക് തന്നെ അയക്കാം. ഇനിയിപ്പോ ഈ പറയുന്ന ശ്യാമിന് ആ കത്ത് കൈപ്പറ്റാനുള്ള ബോധം ഇല്ലെങ്കിൽ ആരാണോ അയാളുടെ ബൈസ്റ്റാൻഡർ അവരത് കൈപ്പറ്റണം. അതാണ് റൂൾ. ആ, അത് മതി മാഡം. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇതിന്നൊരു മോചനം, അത്രേ ഉള്ളൂ. ഇന്ദ്രൻ ധൈര്യമായിട്ടിരിക്കെ, ഇത് ഈസി ആയിട്ട് ജയിക്കാവുന്ന കേസാ. താങ്ക് യു മാഡം. ഓക്കെ. കോപം ചെയ്യണം. നിന്നെ ഞാൻ വണ്ടി കൊണ്ട് തട്ടിട്ട് ഈ കാണിക്കുന്ന പണി നോക്കാം. നിങ്ങൾ നോക്കിയേ. ആദ്യം എന്താ ഇത്? എന്തായി കാണിക്കുന്നേ? എടാ ഇന്ദ്ര, ഇവനെയൊക്കെ പോലീസ് സ്റ്റേഷനിൽ കയറണം നമുക്ക്. ഞാനിപ്പോഴേ ഇവന് കാശ് കൊടുക്കണോന്ന്. കാശ് ഇവിടെ രവി, ഒന്ന് നിർത്ത്. തെറ്റ് നിന്റെ ഭാഗത്താ. ഈ വണ്ടി കിടക്കുന്നത് കണ്ടാ അറിയാം. ചേട്ടാ, ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്കാം. ഇതെനിക്ക് വേണ്ടപ്പെട്ട ഒരാളാ. ഒരു അബദ്ധം പറ്റിയതാ. ഒരു യുഗം ചെയ്യില്ല. ഇല്ല ചേട്ടാ, ഞാനും വണ്ടിയും കൊണ്ട് നടക്കുന്നതാ. തെറ്റാർക്കും പറ്റും. ക്ഷമിക്കാനും ഞാൻ തയ്യാറായിരുന്നു. ഇയാളുടെ വർത്താനം നിങ്ങൾ കേട്ടില്ലേ? ഇനി അങ്ങനെ വിടുന്നില്ല. വിടുന്ന പ്രശ്നമില്ല. നീ പോലീസിനെ വിളിയടാ. ഒന്നും മിണ്ടാതിരിക്ക്. ചേട്ടാ, ഇയാൾക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം. സോറി ചേട്ടാ. ചേട്ടാ, ഇയാളെ ഞാനുണ്ടല്ലോ. ചേട്ടാ, ഇത് വയ്ക്ക്. ഇത് വെച്ചോ. ചേട്ടൻ പറഞ്ഞുകൊണ്ട് ഞാൻ ക്ഷമിക്കുക. ഇനിയെങ്കിലും നോക്കി കണ്ടു വണ്ടി ഓടിക്കാൻ പറഞ്ഞോളാം. ചേട്ടൻ ചെല്ല്, ചേട്ടൻ ചെല്ല്. ഞാൻ പറഞ്ഞോളാം. ചേട്ടൻ ചെല്ല്, ചെല്ല്. ഓരോരുത്തന്മാരെ ഇറങ്ങിക്കോളൂ. ഓടാണെന്ന് എന്താ രവി ഇത്? എന്ത് കോലോ ഇത്? എന്താ കുഴപ്പം?
എടാ ഞാൻ ഇന്നൊരു വലിയ തീരുമാനം എടുക്കാൻ പോവാ. എന്റെ ജീവിതത്തിലെ മികച്ച തീരുമാനം. എന്താ രവി? രവി ഇതെങ്ങോട്ടാ? എനിക്ക് വക്കീലിൽ നിന്ന് കാണണം. അവളില്ലേ, അവളെ ഡിവോഴ്സ് ചെയ്യാൻ പോവാ. എന്തൊക്കെയാ രവി പറയുന്നത്? സത്യം, സത്യമായിട്ടാ ഞാൻ പറഞ്ഞേ. ഇതോടെ എല്ലാം അവസാനിക്കട്ടെ. ഇയാൾക്ക് തീരെ വെളിവില്ല. ഇവിടെ ഇങ്ങനെ വിട്ടിട്ട് പോയി കഴിഞ്ഞാ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇന്ദ്രേട്ടാ, നമുക്ക് രവിയെ വീട്ടിൽ കൊണ്ടാക്കിട്ട് പോവാം. ആ ശരിയാ, അതാ നല്ലത്. രവി വണ്ടി കയറ്. വേണ്ട, വാ, ഞങ്ങൾ വീട്ടിൽ കൊണ്ടാക്കാം. ഞാൻ പോയിക്കോളാം. രവി, ഞാൻ തനിയെ പോയിക്കോളാം. രവി വണ്ടി എനിക്ക് ഓടിക്കണ്ട. പോകാൻ അറിയാതെ. അങ്ങനെ പറഞ്ഞ ശരിയാവില്ല. ഈ അവസ്ഥയില് രവി പറയുന്നത് കേൾക്കാൻ പറ്റില്ല. നിന്നെ ഒറ്റയ്ക്ക് വിടാനും ആവില്ല. വേണ്ട. വന്നേ, രവി പറയുന്നത് കേക്ക്. വാ, വേണ്ടെന്ന് പറഞ്ഞില്ലേ? വന്ന് വണ്ടി കയറ്. ഞാൻ പോയിക്കോളാം. അത് കയറ്. ഞാൻ കേറ് രവി, മാത്രം കേറ്. ഫിറ്റൊന്നുമല്ല. ഞാൻ ഞാൻ പറയും, കേറ്. പറയുന്നത് കേക്ക്. അനു, ഞാൻ കേറ്, പോയിക്കോളാം. വേഗം കേറ്. ഹലോ ഹലോ സാർ, ചിലങ്കി ഒന്ന് കിട്ടുമോ? നിങ്ങളാരാ? മൊബൈൽ ഫോൺ വിളിച്ചാൽ മതിയല്ലോ. ആ, അത് ഞാൻ വിളിച്ചപ്പോ അതിലേക്ക് കോള് പോകുന്നില്ല. ശരി, ചിലങ്കിക്ക് ഒരു കോള് പെട്ടെന്ന് എടുത്തോ. ഓഫീസ് കാര്യങ്ങളൊക്കെ വേറെ ആരെങ്കിലും വിളിക്കും. ഹലോ. ഉമ്മാ. 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 ഹലോ, ഇയാൾ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എന്താ മനസ്സിലായില്ല? മാറി നിന്ന് ഫോണിൽ വിളിച്ച് അപമാനിച്ചാ മനസ്സിലാവില്ലെന്ന് കരുതിയോ? ഇതൊന്നും ഇങ്ങോട്ട് വേണ്ട, വേറെ ആരോടെങ്കിലും കാണിച്ചാ മതി. ഞാൻ തന്നെ ഫോൺ വിളിച്ച് ശല്യം ചെയ്തെന്നോ? എപ്പോ? വെറുതെ അനാവശ്യം പറയരുത്. ഇയാൾക്ക് കാണിക്കാം, ഞാൻ പറയരുതല്ലേ? എന്താ ചിലങ്കി, എന്താ പ്രശ്നം? സാറിന്റെ മുന്നിലിരിക്കുന്ന ആ ഫോണിലേക്ക് എന്നെ വിളിച്ച് വെറുതെ ശല്യം ചെയ്യുന്നത് ഇയാളാണ് സാർ. ഓഫീസിലെ ഫോണിൽ വിളിച്ച് സ്റ്റാഫിനോട് അനാവശ്യം പറയാൻ എനിക്കെന്താ വട്ടുണ്ടോ? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. സാറിന് എന്താ വട്ടുണ്ട് എങ്ങനെയൊക്കെ കാണിക്കാൻ? എന്തൊക്കെയാ സാറേ ഇത്? മോശമല്ലേ? ലാൻഡ് ഫോൺ ആണെന്ന് കരുതി ആരും അറിയില്ലെന്ന് വിചാരിച്ചല്ലേ? കോൾ ലിസ്റ്റ് എടുത്താ എല്ലാം പൊളിയും. കലേശ, നീ കാര്യം അറിയാതെ സംസാരിക്കരുത്. കോൾ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചോ? എനിക്കൊരു ചുക്കുമില്ല. ചിലങ്ക ചുമ പറയോ സാറേ? ഫോണിൽ സാറാണെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? ഞാൻ കണ്ടതാ നീതു. ഞാൻ ചെന്ന് ഓഫീസ് ഫോൺ എടുക്കുമ്പോ ഈ സാർ ഇവിടെ മാറി നിന്ന് ഫോൺ ചെയ്യായിരുന്നു. സാറ് ഫോൺ കട്ട് ചെയ്തപ്പോ എനിക്ക് വന്ന കോളും കട്ടായി. അതാണോ കാര്യം? ഇത് നോക്കണം. ആർക്ക് വേണമെങ്കിലും ഇതിലെ കോൾ ഹിസ്റ്ററി എടുത്ത് പരിശോധിക്കാം. ഞാനിപ്പോ വിളിച്ച് സംസാരിച്ചത് ഇവിടുത്തെ ലാൻഡ് ഫോണിലേക്കാണോ എന്ന് ഞാൻ വിളിച്ച കോൾ ഹിസ്റ്ററി എടുത്ത് നോക്കി അറിയാൻ പറ്റുമല്ലോ. ഇങ്ങതാ, ഞാൻ നോക്കാം. നോക്കിക്കോ.